മുട്ട കൊണ്ട് ഒരേ രീതിയിലുള്ള വിഭവങ്ങൾ കഴിച്ചു മടുത്തോ? എങ്കിൽ ഈ റെസിപ്പീസ് ഒന്ന് കണ്ടു നോക്കൂ. മുട്ട കൊണ്ട് വ്യത്യസ്തങ്ങളായ 9 റെസിപ്പീസാണ് ഈ ആഴ്ചയിലെ വീഡിയോസ് എല്ലാവരും മറക്കാതെ കാണണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? 3 റെസിപ്പീസാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നത്. ഒന്നാമത്തേത് കരണ്ടി ഓംലെറ്റ്. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. കുറച്ച് സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, തക്കാളിയുടെ അരിഭാഗം മാറ്റി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി താളിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ അടിഭാഗം വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി പതിയെ തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്യുക. കരണ്ടി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഓംലെറ്റിൻ്റെ പുറം ഭാഗം നല്ലപോലെ മുരിഞ്ഞും എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. രണ്ടാമത്തെ റെസിപ്പി മസാല ഓംലെറ്റ് ആണ്. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ബീറ്റ് ചെയ്യുക. ഒരു പാൻ ചൂടാക്കി ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് മുട്ട മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ടയുടെ മുകളിൽ കുറച്ച് സവോള അരിഞ്ഞത്, തക്കാളി അരി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത്, ചെറുതായി അരിഞ്ഞ മല്ലിയില എന്നിവ ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം. അടിഭാഗം കൂടി വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മുകളിൽ കുറച്ച് ചാട്ട് മസാല കൂടി വിതറി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. മൂന്നാമത്തെ റെസിപ്പി വെജിറ്റബിൾ ഓംലെറ്റ് റോളാണ്. ഇതിനായി 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഇനി മുട്ടയിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും, കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും, സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാകാൻ വയ്ക്കാം. കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് ചൂടായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച് മുട്ടക്കൂട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ പതിയെ റോൾ ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് റോളിൻ്റെ ഒരറ്റത്തേക്ക് കുറച്ചുകൂടി മിക്സ് ഒഴിച്ചു കൊടുക്കാം. വെന്ത് വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ ബാക്കിയുള്ള മിക്സ്ചർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഭാഗം കൂടി റോൾ ചെയ്തെടുക്കാം. തീ നന്നായി കുറച്ച് വെച്ച് തന്നെ വേണം ഇത് ചെയ്യാൻ. റോൾ ചെയ്യുമ്പോൾ കൂടുതൽ ലേയേഴ്സ് കിട്ടുന്നതിനാണ് ഇങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ വെജ് ഓംലെറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഈ ഓംലെറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഈ 3 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടുത്ത 3 റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.
അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്